കണ്ണൂരിൽ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ചിനിടെ കണ്ണൂർ ടൗൺ എസ്ഐക്ക് വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തൽ. മൈക്ക് പിടിച്ചുവാങ്ങിയെന്ന് കാണിച്ച് എം വിജയൻ MLA നൽകിയ പരാതിയിലാണ് കണ്ണൂർ ACPയുടെ റിപ്പോർട്ട്. അനാവശ്യ പ്രകോപനം സൃഷ്ടിച്ചു എന്നാണ് കണ്ടെത്തൽ. വിവരങ്ങളുമായി സജോ ദേവസ്യ ചേർന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അപ്പൊ സജോ, അത് തന്നെയാണ് നമുക്ക് ആ വിഷ്വലിൽ തന്നെ വളരെ വ്യക്തമായിരുന്നു എന്ന് പറഞ്ഞാൽ എം വിജയൻ നമുക്കൊക്കെ അറിയാം. എം വിജയൻ നമ്മുടെ ചർച്ചകളിൽ വന്ന് ഒരിക്കൽ പോലും തർക്കിക്കാത്ത, അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾ എന്ത് പറഞ്ഞാലും അങ്ങനെ നിലവിട്ട് പറയാത്ത, വിമർശിക്കാത്ത, വളരെ സൗമ്യമുഖമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. പലപ്പോഴും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് മാതൃകയാക്കാൻ കഴിയുന്ന നേതാവ് എന്ന് വ്യക്തിപരം തോന്നിയിട്ടുള്ള ആളുമാണ്. അപ്പൊ വിജയൻ അത്രയും പ്രകോപനാവണമെങ്കിൽ ഈ പറഞ്ഞ എസ്ഐയുടെ ഭാഗത്ത് എന്തോ ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ തന്നെ തോന്നിയിരുന്നു. അങ്ങനെ തന്നെയാണോ കണ്ടെത്തൽ, സജോ? ഹാഷ്മി, KGNAയുടെ കളക്ടറേറ്റ് മാർച്ചിനിടെയാണ് ഈ വിവാദ സംഭവങ്ങൾ ഉണ്ടായത്. അതിന് പിന്നാലെ തന്നെ DGP കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ R. അജിത് കുമാർ കണ്ണൂർ ടൗൺ ACP TK രത്നകുമാറിന് ആഭ്യന്തര അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് SIക്കെതിരായ പരാമർശങ്ങളുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 100-ലധികം പേർ, 150ഓളം പേർ പങ്കെടുക്കുന്ന ഒരു കളക്ടറേറ്റ് മാർച്ചാണ്. ആ കളക്ടറേറ്റ് മാർച്ചിൽ ഡ്യൂട്ടി നിർദ്ദേശിക്കപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ മാർച്ച് എത്തി കളക്ടറേറ്റ് വളപ്പിനകത്തേക്ക്, ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു, അകത്തേക്ക് പ്രവേശിച്ച് പരിപാടി തുടങ്ങിയതിന് ശേഷം മാത്രമാണ് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥയോ അവിടെ എത്തിയത് എന്നതാണ്. അതിൽ തന്നെ വീഴ്ചയുണ്ടായത്. കണ്ണൂർ ടൗൺ SI PP ഷമീലിന് അതിന്റെ ചുമതലയുണ്ടായിരുന്നു. അദ്ദേഹവും വളരെ വൈകിയാണ് അവിടെ എത്തിയത്. പിന്നീട് മറ്റൊരു കാര്യം, ആ സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലൊരു ക്രമസമാധാന പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഘർഷമോ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിനെ വളരെ ലളിതമായി പരിഹരിക്കാവുന്ന ഒന്നായിരുന്നു. അതിനെ സങ്കീർണമാക്കിയത് SI ആണ് എന്നാണ് TK രത്നകുമാറിന്റെ ACPയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് SI PP ഷമീൽ അനാവശ്യ പ്രകോപനം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അവിടെയുള്ള സമരക്കാരെ, കളക്ടറേറ്റ് വളപ്പിൽ പ്രവേശിച്ച സമരക്കാരെ പുറത്തേക്ക് നീക്കാൻ ശ്രമിച്ചത് തെറ്റല്ല എന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം അവിടെ ആ പ്രശ്നത്തെ വളരെ ലളിതമായി തന്നെ പരിഹരിക്കാമായിരുന്നു. അനാവശ്യ പ്രകോപനം സൃഷ്ടിച്ചത് SI ആണ്. അങ്ങനെയാണ് ഈ രംഗം കൂടുതൽ വഷളായത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ സുരക്ഷ ഒരുക്കുന്നതിൽ അവിടെ സാധാരണഗതിയിൽ ഏതെങ്കിലും 2 പോലീസുകാരെയെങ്കിലും ഡ്യൂട്ടിക്ക് നിയോഗിച്ചാൽ പോലും ആ സമരക്കാർ കളക്ടറേറ്റ് വളപ്പിനുള്ളിൽ പ്രവേശിക്കുകയില്ലായിരുന്നു. അതിന് പകരമുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ഈ സുരക്ഷ ഒരുക്കുന്നതിലെ വീഴ്ചയാണ്. അക്കാര്യത്തിൽ അതായത് ഈ SIയുടേത് മാത്രമല്ല, കണ്ണൂർ ടൗൺ സ്റ്റേഷന് ആ ഉത്തരവാദിത്തം വരും. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട, അതായത് ഈ ഡ്യൂട്ടി വിഭജന ചുമതലയുള്ള ഉദ്യോഗസ്ഥരടക്കമുണ്ട്, അവർക്കും വീഴ്ച പറ്റി എന്ന് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, MLAയും ഈ SIയും തമ്മിലുള്ള വാക്പോരാണ്. MLA അങ്ങനെ പൊട്ടിത്തെറിക്കാനുണ്ടായ സാഹചര്യം സൃഷ്ടിച്ചത്. അങ്ങനെ ഒരു സാഹചര്യം വളരെ എളുപ്പത്തിൽ തന്നെ ഒഴിവാക്കാമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു ക്രമസമാധാന പ്രശ്നമോ സംഘർഷ സാധ്യതയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ബാരിക്കേഡ് വെച്ച് പോലും തടയേണ്ട ഒരു പ്രശ്നം ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ ലളിതമായി തന്നെ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ ഈ SIയുടെ ഭാഗത്തു നിന്നുള്ള സംസാരവും ആ ഘട്ടത്തിലുള്ള ഇടപെടലും പ്രശ്നം പരിഹരിക്കുന്നതായിരുന്നില്ല, അത് സങ്കീർണമാക്കുന്നതായിരുന്നു എന്നതാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുള്ളത്. അതായത് നേരത്തെ തന്നെ MLAയുടെ വാദവും അതുതന്നെയായിരുന്നു. ഏതെങ്കിലും തരത്തിലൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരുന്നില്ല, SI വളരെ മോശം അപമര്യാദയായി പെരുമാറി അധിക്ഷേപിച്ചു എന്നതൊക്കെയായിരുന്നു. അത് ശരിവെക്കും വിധമാണ് ഇപ്പോൾ ACPയുടെ അന്വേഷണ റിപ്പോർട്ട്.